ഹായ് സ്റ്റുഡൻസ്, നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സ് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനോമീറ്റേഴ്സും അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ 3rd ചാപ്റ്ററാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ്ഡ് സർഫസസ്, ദെൻ ബയോൺസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ചാപ്റ്റർ 3ൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 ചാപ്റ്റർ 3ലേക്ക് കടക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ്ഡ് സർഫസസ്. എന്താണ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ്ഡ് സർഫസസ് എന്ന് പറഞ്ഞാൽ പറയാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സിൽ പഠിച്ചത് എന്താണ് പ്രഷറും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമുക്ക് ആ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രഷർ എടുക്കുകയാണെങ്കിൽ ആ പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് P = ρgh എന്ന് പറഞ്ഞ് പഠിച്ചത് അല്ലേ. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണല്ലോ അല്ലേ. അത് പഠിച്ചു. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പഠിച്ചു. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പഠിച്ചു. ദെൻ പ്രഷർ അറ്റ് ഈക്വൽ ഡെപ്സ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ആർ ഈക്വൽ. പ്രഷർ അറ്റ് ഈക്വൽ ഡെപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഡെപ്തിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അതാണ് നമ്മൾ മാനോമീറ്ററിൽ അപ്ലൈ ചെയ്തത്. നമ്മൾ ഡാറ്റം ലൈൻ വരയ്ക്കുന്നു. ഡാറ്റം ലൈൻ വരച്ച് ലെഫ്റ്റ് ലിംബ് ഉണ്ടാവും, റൈറ്റ് ലിംബ് ഉണ്ടാവും. ലെഫ്റ്റ് ലിംബിൽ 0.1 എന്ന് കൊടുക്കണം, റൈറ്റ് ലിംബിൽ 0.2 എന്ന് കൊടുക്കണം. അപ്പോൾ 0.1ഉം 0.2ഉം ഒരേ ലെവലാണ്, ഒരേ ലെവലിലുള്ള പ്രഷർ ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ പ്രഷർ അറ്റ് എനി പോയിന്റ് ആക്ട്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഏതൊരു പോയിന്റിലുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടാണ് ആക്ട് ചെയ്യാന്ന് പഠിച്ചു. അതാണ് പാസ്കൽസ് ലോ. ദെൻ ഫോഴ്സസ് ഫ്രം എ ഫ്ലൂയിഡ് ഓൺ ബൗണ്ടറി ആക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ബൗണ്ടറി എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ഫോഴ്സ്, ഒരു ഫ്ലൂയിഡിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എപ്പോഴും എങ്ങനെയാണ് നോർമലായിട്ടാണ് ആക്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രഷർ ഫോഴ്സ് എപ്പോഴും എന്താണ്? ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ, ഒരു ഫ്ലൂയിഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ആ സർഫസിന് എങ്ങനെയാണ് നോർമൽ 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യാന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇവിടെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഒക്കെ തന്നെയാണ് നോക്കിയിരുന്നത്. ബട്ട് ഇവിടെ ഒരു സർഫസും കൂടി വന്നു. നമ്മൾ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ വെറും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലാണ് കാര്യങ്ങൾ നോക്കിയതെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ് സർഫസസിൽ പഠിക്കാൻ പോണത് നമ്മൾക്കുള്ള സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ എന്ത് ചെയ്യണു? സർഫസിനെ സബ്മേർജ് ചെയ്യുകയാണ്. സബ്മേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമേഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് മുക്കുകയാണ്, താഴ്ത്തുകയാണ്. ഓക്കെ, ഒരു സർഫസ് എടുത്തിട്ട് നമ്മളെ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ താഴ്ത്തുമ്പോൾ ആ സർഫസിൽ ഈ ഫ്ലൂയിഡ് കൊണ്ട് ആക്ട് ചെയ്യണ ഫോഴ്സും പ്രഷറും, ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു സർഫസസ് ഇടാണ്. സർഫസസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സർക്കുലർ ഷേപ്പ്, റെക്ടാങ്കുലർ ഷേപ്പ്, ട്രയാങ്കുലർ എറ്റ്സെട്ര ഇങ്ങനെയുള്ള സർഫസസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ജനറൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻജിനീയറിങ്ങിൽ നമുക്ക് ആവശ്യമാണ് magnitude and direction of the total force on the entire surface immersed in liquid rather than the pressure intensity at a point. നമുക്കിപ്പോൾ ഒരു സർഫസ് ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ മാത്രം, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ മാത്രം പോരാ. അത് കൂടാതെ എന്തൊക്കെ വേണം? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ എൻറ്റയർ സർഫസ് ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഒരു സർഫസ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർഫസിൻ്റെ എൻറ്റയർ സർഫസിലുള്ള ടോട്ടൽ ഫോഴ്സ് നമുക്ക് വേണം. ഓക്കെ, അതും കൂടി വേണം. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം യൂസ്ഫുള്ളാണ്. നമുക്ക് ഓയിൽ ആൻഡ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ഡാം, സ്ലൂസ് ഗേറ്റ്, ഫ്ലഡ് കൺട്രോൾ ഗേറ്റ്സ്, സബ്മറൈൻ ഷിപ്പ്, ബ്രിഡ്ജസ്, അതർ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഇന്ന കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. പ്രഷറിനെ കൂടാതെ, എത്ര പ്രഷർ അവിടെ ആക്ട് ചെയ്യേണ്ടതെന്ന് കൂടാതെ ഈ ടോട്ടൽ ഫോഴ്സ്, എത്ര ടോട്ടൽ ഫോഴ്സ് ആണ്, അതിൻ്റെ ടോട്ടൽ ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഓഫ് ടോട്ടൽ ഫോഴ്സ് ഓൺ എൻറ്റയർ സർഫസ്, അതും കൂടി ആവശ്യമാണ്. നമുക്ക് ടു ഡിസൈൻ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ഓയിൽ ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക്,
ഡിസൈൻ ചെയ്യാൻ, ഡാം ഡിസൈൻ ചെയ്യാൻ, ഗേറ്റ്സ് ഡിസൈൻ ചെയ്യാൻ, സബ്മറൈൻസ് ഡിസൈൻ ചെയ്യാൻ, ഷിപ്സ്, ബ്രിഡ്ജസ് അല്ലെങ്കിൽ അതർ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഹൈഡ്രോളിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ ആവശ്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഇതിൽ തന്നെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ് സർഫസസിൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ എന്താണെന്ന് പറയാം. അത് പറയാനായിട്ടാണ് നമ്മളിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊന്ന് ഇമാജിൻ ചെയ്യണം. ഇറ്റ്സ് എ ബീക്കർ. ഇതിൻ്റെ അകത്ത് ബീക്കർ ഉണ്ട്, ഇതിനകത്ത് ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലൂയിഡ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്ലൂയിഡാണ്. ഇതിനകത്ത് ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണിച്ച ഒരു സർഫസ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒരു ആർബിട്രറി ഷേപ്പുള്ള ഒരു സർഫസ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്ത് ഞാൻ ഈ ഒരു സർഫസിന് എന്ത് ചെയ്തു, ഇമേഴ്സ് ചെയ്തു, എന്തായാലും താഴ്ത്തി. അപ്പോൾ ഈ ഇമേഴ്സ് ഇടുമ്പോൾ ഇതിനകത്ത് ഞാൻ സബ്മേർജ് ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഞാനൊരു ഈ ഒരു സർഫസിനെ സബ്മേർജ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ ഈ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഈ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്ത് ഞാൻ ഈ ഒരു സർഫസ് ഇമേഴ്സ് ചെയ്തപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് on the surface by this static fluid. Okay, static fluid. When this body is immersed in the static fluid. Okay, അപ്പോൾ ആക്ട് ചെയ്യണ ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ആ ഫോഴ്സ് എപ്പോഴും എങ്ങനെയാണ്, ഈ സർഫസിന് നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. കാര്യം മനസ്സിലായ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓൺ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ ബോഡി വെൻ ദ ബോഡി ഈസ് immersed in the liquid. This force always acts normal to the surface. Okay, നമ്മുടെ അടുത്ത് സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഞാനൊരു സർഫസ് ഇമേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഈ സർഫസ് ഞാൻ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ആ ഫോഴ്സ് എപ്പോഴും ഈ സർഫസിന് എങ്ങനെയാണ്, നോർമലായിട്ടാണ് ആക്ട് ചെയ്യുക. ആ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ടേമാണ് എന്ത്, സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഇമേഴ്സ്ഡ് സർഫസ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഞാനൊരു സർഫസ് ഇമേഴ്സ് ചെയ്തപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈ എൻറ്റയർ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞത്. ആ എൻറ്റയർ സർഫസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർഫസിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും എന്ത്, ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ്. ഈ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് അല്ലേ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ആണ്. ആ എൻറ്റയർ സർഫസിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും എന്ത്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായ? അതായത് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഇമേഴ്സ്ഡ് സർഫസ്. അതായത് ഈ ടോട്ടൽ പ്രഷർ ഈ സർഫസിൽ എക്സേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്ലൈ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സർഫസിൽ ഏത് പോയിന്റിലാണോ ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത് മെയിനായിട്ട് ഈ സബ്മേർജ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ സബ്മേർജ്ഡ് സർഫസ് നമ്മൾ 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്. അതായത് ഇമേഴ്സ്ഡ് സർഫസസ് മേ ബി, അതായത് നമുക്കൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ സർഫസസ് ഇമേഴ്സ് ചെയ്യാണല്ലോ. ആ ഇമേഴ്സ് ചെയ്യുന്ന സർഫസസ് എങ്ങനെയാക്കാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആക്കാം. അതായത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ സബ്മേർജ് ചെയ്യാണ് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്യാണ്. ഇമേഴ്സ് ചെയ്യുമ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യണ ഫോഴ്സും അവിടെ എക്സേർട്ട് ചെയ്യണ ടോട്ടൽ പ്രഷർ ഫോഴ്സും സെൻറ്റർ ഓഫ് പ്രഷറും. ക്ലിയർ? ദെൻ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്.
നമ്മളൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമേഴ്സ് ചെയ്യുകയാണ്. ഇമേഴ്സ് ചെയ്യുമ്പോൾ അവിടെയുള്ള ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ. സിമിലർലി ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെയും കർവ്ഡ് സർഫസിൻ്റെയും. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് ഇപ്പോൾ ആദ്യം എന്ത് നോക്കാം? ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ നോക്കാം. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒന്ന് റിവൈൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേക്ക് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ ഏരിയ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർഫസ്, ഈ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇപ്പോൾ സെൻട്രോയിഡ് ആൻഡ് ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർഫസ്, അതായത് ഫിഗേഴ്സ് ലൈക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ഫിഗേഴ്സ് ലൈക്ക് സർക്കിള്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇതിനൊക്കെ എന്താണ്? ഏരിയ ഉള്ളൂ, പ്ലെയിൻ ആണ് അല്ലേ? പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പേപ്പർ. അതിനൊക്കെ എന്താ ഉള്ളൂ? ഏരിയാസ് ആണുള്ളത്. അതിനെന്തില്ല? മാസ് ഇല്ല അല്ലേ? ഇപ്പോൾ ദ സെൻറ്റർ ഓഫ് ഏരിയ ഓഫ് സച്ച് പ്ലെയിൻ സർഫസ് ഈസ് നോൺ ആസ് സെൻട്രോയിഡ്. അപ്പോൾ ഈ പ്ലെയിൻ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഏരിയൻ്റെ ഞാൻ എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ്, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയണത് അല്ലേ? ഇപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈസ് എ മെഷർ ഓഫ് ആൻ ഒബ്ജക്റ്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ടു ഇറ്റ്സ് റൊട്ടേഷൻ. ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ടു ഇറ്റ്സ് റൊട്ടേഷൻ അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യണതിൻ്റെ മെഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് എ ക്രോസ് സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ്. ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ ആ ക്രോസ് സെക്ഷൻ്റെ കപ്പാസിറ്റിയാണ് ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു എ ചൂസൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ചൂസൺ ആക്സിസ് ഓഫ് റൊട്ടേഷനെ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും ഈ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവുക. ക്ലിയർ? ഇതിൽ വേണ്ട ഒരു കാര്യമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് പഠിച്ച കാര്യമാണ്, എങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ എബൌട്ട് എനി ആക്സിസ് പാരലൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസ് ആക്സിസ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്, ഒരു പ്ലെയിൻ ഏരിയൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എനി ആക്സിസ്, ഏത് ആക്സിന്? ഒരു ആക്സിസിന് എബൌട്ട് എനി ആക്സിസ് പാരലൽ ആയിരിക്കണം, പാരലൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസ് ആക്സിസ്. ഒരു റെഫറൻസ് ആക്സിസിൽ നിന്ന് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെ മാത്തമെറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് I0 = IG + AY സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ I0നെയാണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ പ്ലെയിൻ ഏരിയ എബൌട്ട് എനി ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും. IG എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ പ്ലെയിൻ ഏരിയ എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻട്രോയിഡ്. സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സർഫസ്. ആ സർഫസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ക്യാപിറ്റൽ ലെറ്റർ എ. Y bar എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ഏരിയ ആൻഡ് റെഫറൻസ് ആക്സിസ്. ക്ലിയർ അല്ലേ? സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ഏരിയ ആൻഡ് റെഫറൻസ് ആക്സിസ്. അപ്പോൾ ഇതിന് ഒരു ഡയഗ്രാം പറയാം, എയും വൈ ബാറിൻ്റെയും കേസ് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊമെൻറ്റ് ഏരിയ ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് മൊമെൻറ്റ് ഏരിയ, സെക്കൻഡ് മൊമെൻറ്റ് ഏരിയ വേണം. അതിനായിട്ട് ഇവിടെ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തു. ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ളൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ സർഫസിൻ്റെ ഒരു പ്ലെയിൻ സർഫസ് കൺസിഡർ ചെയ്തു. ആ പ്ലെയിൻ സർഫസിൻ്റെ ഏരിയനെ ക്യാപിറ്റൽ ലെറ്റർ എ എന്നിട്ടു. ദെൻ നമ്മളിവിടെ ഒരു റെഫറൻസ് ആക്സിസ് എടുത്തു. റെഫറൻസ് ആക്സിസ് OO എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് ആക്സിസ് എടുത്തു. ദെൻ ആ റെഫറൻസ് ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഈ സർഫസിൻ്റെ സെൻട്രോയിഡ് എടുത്തു. സെൻട്രോയിഡൽ ആക്സിസ്, അതായത് സെൻട്രോ ഗ്രാവിറ്റി എടുത്തു. അതിന് G എന്ന് കൊടുത്തു. ആ സെൻട്രോയിഡിലൂടെ നമ്മളൊരു ആക്സിസ് വരച്ചു, സെൻട്രോയിഡൽ ആക്സിസ് വരച്ചു. ആ സെൻട്രോയിഡൽ ആക്സിസ് എന്തിന് പാരലാണ്? ഈ റെഫറൻസ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുക. ദെൻ നമ്മൾ ചെയ്തു, ഈ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഈ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തെന്നെടുത്തു? Y ബാർ നിന്നെടുത്തു. ഓക്കെ, ആ Y ബാർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ഏരിയ ആൻഡ് ദ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ
ഇപ്പോൾ ഇതിൻ്റെ ഈ എൻറ്റയർ ഏരിയയിലുള്ളത് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, യൂഷ്വലി എന്താ ചെയ്യുക, ഈ എൻറ്റയർ സർഫസ് ഏരിയൻ്റെ നമ്മളൊരു ഡെറിവേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ഈ സർഫസിന് ഒരു എലമെൻ്റ് ഏരിയ അല്ലേ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്, ഈ ഒരു സർക്കിൾ കാണിച്ചിരിക്കുന്നത് ഈ സർഫസിൻ്റെ ഒരു എലമെൻ്റൽ ഏരിയ എടുത്തു, ആ എലമെൻ്റൽ ഏരിയനെ DA എന്ന് കൊടുത്തു. അപ്പോൾ ഈ എലമെൻ്റ് ഏരിയയുടെ റെഫറൻസ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിന് എന്തെന്ന് ഇവിടെ കൺസിഡർ ചെയ്തു, Y എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണുന്നത് എന്താണ്, ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ ആണ് കാണേണ്ടത്. സോ ദ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് സ്മോൾ എലമെൻറ്റ് ഏരിയ, ആദ്യം എന്താണ് ഈ സ്മോൾ എലമെൻറ്റ് ഏരിയൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് കാണും, എന്നിട്ട് ഈ ടോട്ടൽ എൻറ്റയർ സർഫസിൻ്റെ കാണും. അപ്പോൾ ആദ്യം ഈ സ്മോൾ എലമെൻറ്റ് ഏരിയൻ്റെ മൊമെൻറ്റ് കണ്ടിട്ട് എൻറ്റയർ സർഫസിൻ്റെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? കാരണം ഈ ആദ്യം ഈ ചെറുതിൻ്റെ കണ്ടു, ദെൻ ഈ എൻറ്റയർ സർഫസിന് എങ്ങനെയായിരിക്കണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ്, ദ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് സ്മോൾ എലമെൻറ്റ് ഏരിയ എബൌട്ട് എ റെഫറൻസ് ആക്സിസ് OO. ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് സ്മോൾ എലമെൻറ്റ് ഏരിയ, ഈ സ്മോൾ എലമെൻറ്റ് ഏരിയൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ആണ് കാണുന്നത്. എബൌട്ട് എ റെഫറൻസ് ആക്സിസ് OO എന്ന് പറഞ്ഞ റെഫറൻസ് ആക്സിസുള്ള ഫസ്റ്റ് മൊമെൻ്റ് ആണ് കാണേണ്ടത്. അതായത് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഏത് എലമെൻറ്റിൻ്റെയാണോ കാണുന്നത് ആ എലമെൻറ്റിൻ്റെ ഏരിയ മൾട്ടിപ്ലൈ എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഏരിയ ഉണ്ട് ഡിസ്റ്റൻസ് സിമ്പിളി പറയാം. അപ്പോൾ ഈ ഈ എലമെൻറ്റിൻ്റെ ഏരിയ എന്താണ്, DA ആണ്. ദെൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പെർപെൻഡിക്കുലർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എലമെൻറ്റിൽ ഏരിയനെ എടുത്തിരിക്കുന്നത് നമ്മുടെ റെഫറൻസ് ആക്സിസ് ആണ്. എബൌട്ട് റെഫറൻസ് ആക്സിസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റെഫറൻസ് ആക്സിസ് നിന്നുള്ള ഈ എലമെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് എന്താണ്, Y എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് Y ആ ഡിസ്റ്റൻസ് ആണ് ഇൻറ്റു ആ എലമെൻറ്റൽ ഏരിയൻ്റെ ഏരിയ എന്താണ്, അത് DA എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ എലമെൻറ്റിലുള്ള ഫസ്റ്റ് മൊമെൻ്റ് ഏരിയ ആണ് കിട്ടിയത്. നമുക്കിനി ആവശ്യം എൻറ്റയർ ഏരിയയിലുള്ള ഫസ്റ്റ് മൊമെൻ്റ് ഏരിയ ആണ്, അതിന് എന്ത് ചെയ്യുന്ന പറഞ്ഞ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലേ. സോ അതാണ് ഇവിടെ കാണിക്കുന്നത്, ദ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഹോൾ ഏരിയ അല്ലേ, ഹോൾ ഏരിയ A, ക്യാപിറ്റൽ ലെറ്റർ A, ഏരിയന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A എന്നാണ് കൊടുത്തത്. എബൌട്ട് എ റെഫറൻസ് ആക്സിസ് OO എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യണത്, ഇൻ്റഗ്രൽ 0 to y ബാർ ആണ് ലിമിറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, കാരണം എൻറ്റയർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ എൻറ്റയർ ആയിട്ട് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, G ആണ്. അപ്പോൾ ജിയിലൂടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പോണ ആക്സിസ് G ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്ര, റെഫറൻസ് ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ കൊടുത്ത്, y ബാർ എന്നാണ് കൊടുത്ത്. സോ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ 0 to y ബാർ ഇൻറ്റു YDA, ആ സ്മോൾ എലമെൻ്റൽ ഏരിയൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ഏരിയ ഓഫ് എലമെൻ്റൽ ഏരിയ DAയുടെ അല്ലേ, അതായത് Y ഇൻറ്റു DA. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AY ബാർന്ന് കിട്ടും. കാര്യം മനസ്സിലായില്ലേ, AY ബാർന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഹോൾ ഏരിയ ആയി. ഇനി ഇതേപോലെ നമുക്ക് എന്ത് കാണണം, സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഹോൾ ഏരിയ എബൌട്ട് റെഫറൻസ് ആക്സിസ് OO എന്ന് പറഞ്ഞ റെഫറൻസ് ആക്സിസിൽ നിന്നുള്ള സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഹോൾ ഏരിയ, ആ ഹോൾ എൻറ്റയർ ഏരിയയിലുള്ള സെക്കൻഡ് മൊമെൻറ്റ് കാണണം. അപ്പോൾ സെക്കൻഡ് മൊമെൻറ്റ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, ഇൻ്റഗ്രൽ ഫസ്റ്റ് മൊമെൻറ്റ് ഏരിയ ഓഫ് ദ എലമെൻറ്റ് ഇൻറ്റു എന്ത് ചെയ്യണു, ദാറ്റ് ഡിസ്റ്റൻസ്. കാര്യം മനസ്സിലായ, ഫസ്റ്റ് മൊമെൻറ്റിന് ജസ്റ്റ് ഇൻ്റഗ്രൽ Y ഇൻറ്റു DA ആണ്. സെക്കൻഡ് മൊമെൻറ്റ് ആകുമ്പോൾ എന്താണ്, ഫസ്റ്റ് മൊമെൻറ്റ് ഏരിയ, ഫസ്റ്റ് മൊമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് സ്മോൾ എലമെൻറ്റ് ഏരിയ ഇൻറ്റു ആ ഡിസ്റ്റൻസ്, ആ എലമെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ എന്ത് ചെയ്തും, ഇൻ്റഗ്രൽ 0 to y ബാർ Y ഇൻറ്റു DA ഇൻറ്റു എന്ത് ചെയ്യണു, ആ ഡിസ്റ്റൻസ്, ആ സ്മോൾ എലമെൻറ്റ് ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് Y ആണ്. അത് ചെയ്യുമ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ 0 to y ബാർ Y സ്ക്വയർ DA എന്ന് വരും. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, AY ബാർ സ്ക്വയർ എന്ന് കിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. കാര്യം മനസ്സിലായില്ലേ, AY ബാർ സ്ക്വയർ സെക്കൻഡ് മൊമെൻറ്റ് ഏരിയ ആകുമ്പോൾ എന്ത് ഡിഫറൻസ് വന്ന്, സ്ക്വയർ ആയി. ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ദ സെക്കൻഡ് മൊമെൻറ്റ് ഏരിയ ഈസ് ഓൾസോ നോൺ ആസ്, ഈ സെക്കൻഡ് മൊമെൻറ്റ് ഏരിയനെയാണ് എന്തെന്ന് പറയണത്, ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. ഓർത്ത് വയ്ക്കാം. ഓക്കെ, സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ ഈസ് കോൾഡ് വാട്ട്, ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. പക്ഷേ ഇവിടെ പാരലൽ ആക്സിസ് തിയറം എന്താ പറഞ്ഞിരിക്കുന്നത്, I0 ഈക്വൽ ടു IG പ്ലസ് AY ബാർ സ്ക്വയർ എന്നാണ് അല്ലേ. ഇതിൽ IG എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ പ്ലെയിൻ ഏരിയ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. I0 എന്ന് പറയുമ്പോൾ എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ പ്ലെയിൻ ഏരിയ അബൌട്ട് ദ റെഫറൻസ് വിച്ച് ഈസ് പാരലൽ ടു സെൻട്രോയിഡൽ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് y ബാർ എന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇതാണ് പാരലൽ ആക്സിസ് തിയറം കിട്ടി, സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ കിട്ടി. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് നമുക്ക് ഈ I0 IG ഒക്കെ എങ്ങനെയാണ് ഓരോന്നിൻ്റെ ഏരിയ എന്താണ് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ
അതിനുള്ളൊരു ടേബിളാണ്. ഇപ്പോൾ പ്ലെയിൻ സർഫസ് ഉണ്ട്, ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താണ് സെൻട്രോയിഡ് ഫ്രം ദ ബേസ്, സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ സെൻട്രോ ഗ്രാവിറ്റി ഫ്രം ദ ബേസും ദെൻ ഏരിയയും പറഞ്ഞിട്ട്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഏരിയ എന്താണ്, ഇത് ബ്രെഡ്ത്തും ഇത് ഹൈറ്റും ആണ് എടുത്തിട്ടെങ്കിൽ ഇതാണ് അതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി എങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹൈറ്റിൻ്റെ പകുതിയാണ് പകുതിയിലാണ് എന്ത് കിടക്കുക, ഈ റെക്റ്റാങ്കുലറിലെ സെൻട്രോ ഗ്രാവിറ്റി കിടക്കുക, അതായത് സെൻട്രോയിഡ് കിടക്കുക. ഓക്കെ, ദെൻ അതേപോലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് IG. ഇതിൽ IG എന്ന് പറയുമ്പോൾ എന്താ വരിക, BH3/12 ആണ്. BH3/12 ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ബേസിലാണെങ്കിൽ ഇപ്പോൾ ഇതാണ് റെഫറൻസ് എടുക്കണമെങ്കിൽ അബൌട്ട് ബേസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, BH3/3 ആണ് വരിക. അതേപോലെ റോംബസ്, സർക്കിള്, ഇത് ഓർത്ത് വെക്കണം, ട്രയാങ്കിൾ. ഓക്കെ, സെമി സർക്കിൾ വേണ്ടി വരില്ല, ട്രയാങ്കിൾ, ഇത്രയാണ് വരിക. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ പ്രോബ്ലത്തിൽ വരിക റെക്റ്റാങ്കിൾ വേണ്ടി വരും, ഈ സർക്കിൾ വേണ്ടി വരും, ഈ ട്രയാങ്കിൾ വേണ്ടി വരും, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വേണ്ടി വരും. ഈ രണ്ട് ട്രയാങ്കിൾ സപ്പോസ് എന്താണ് സെമി സർക്കിൾ വന്നാലായി. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഏരിയ എന്താണ്, ഈ ഓരോ സർഫസിൻ്റെ ഏരിയ എന്താണ്, സെൻട്രോയിഡ് എന്താണ്, അത് സെൻട്രോ ഗ്രാവിറ്റി എന്താണ്, ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. IG വാല്യൂ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഓക്കെ, അതറിഞ്ഞാലേ നമുക്ക് അടുത്ത് പോകാൻ പറ്റുള്ളൂ, അത് പഠിച്ചിരിക്കണം. ദെൻ നമുക്ക് ആദ്യം തന്നെ ഈ സബ്മേർജ് സർഫസിൻ്റെ ഒരു ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നോക്കാം. അതായത് ടോട്ടൽ പ്രഷർ ഓൺ എ ഹൊറിസോണ്ടൽ സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ്. ഓക്കെ, നമ്മൾ പ്ലെയിൻ സർഫസ് സബ്മേർജ് ചെയ്യുമ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ് സർഫസസ് എല്ലാം പഠിച്ച്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഹൊറിസോണ്ടൽ സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ് ആണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ പ്രഷർ ഓൺ എ ഹൊറിസോണ്ടൽ സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ്, ഹൊറിസോണ്ടലി സബ്മേർജ് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടലായിട്ട് സബ്മേർജ് ചെയ്ത പ്ലെയിൻ സർഫസിലുള്ള ടോട്ടൽ പ്രഷറാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതാണ് ഇതിൽ ഈ റെക്റ്റാങ്കുലറിൽ കാണിച്ചിട്ടില്ലേ, അതാണ് എന്ത്, നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ്, അതാണ് സർഫസ്. അതിന് നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യാണ്. ഇതാണ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ഇത്രയും ഒരു സ്ട്രക്ചർ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ ടോപ്പ് സർഫസ് ആണ്, അതിന് എന്ത് പറയുക, ഫ്രീ ലിക്വിഡ് സർഫസ് എന്ന് പറയും. ഇതിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് എനിക്കൊരു പ്ലെയിൻ സർഫസ് ഉണ്ട്, ആ പ്ലെയിൻ സർഫസ് ഞാൻ എന്താണ് ഹൊറിസോണ്ടലി സബ്മേർജ് ചെയ്തു. ക്ലിയർ? ഈ ചിത്രത്തിൽ നിന്ന് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഹൊറിസോണ്ടലി സബ്മേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താണ്, ഈ ഒരു സർഫസ് ഞാൻ ഇതിലേക്ക് താഴ്ത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെയർ ആയിട്ട് ഈ ടോപ്പ് സർഫസ് ഉണ്ടല്ലോ, ഈ ടോപ്പ് സർഫസിൽ എല്ലാവിടെയും ഈ ടോപ്പ് സർഫസിൽ എൻ്റെയർ ഏരിയയിൽ പ്രഷർ എങ്ങനെയാണ്, ഈക്വലി ആണെന്ത് ആക്ട് ചെയ്യുക, ഈക്വലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഒരേ ഡെപ്ത് ആണ് അല്ലേ. കാരണം ഈ ഫ്രീ സർഫസിൽ നിന്ന് ഈ പോയിന്റിൽ എടുത്താലും ഹൈറ്റ് സെയിം തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്താലും ഹൈറ്റ് സെയിം. എവിടെ നിന്ന് ഈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് ഈ നമ്മളെ ഹൊറിസോണ്ടൽ സർഫസിൽ ഈ ഫ്ലാറ്റ് സർഫസിൽ എടുത്താലും എന്താണ്, ഹൈറ്റ് സെയിം തന്നെയാണ്. കാരണം ഹൊറിസോണ്ടലി ആണല്ലോ സബ്മേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർഫസ് ഉണ്ട്, ഈ സർഫസിൻ്റെ ഏരിയ, ഇമേഴ്സ്ഡ് സർഫസിൻ്റെ ഏരിയ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് കൊടുത്തു. ദെൻ y ബാർ എന്ന് പറഞ്ഞ ലെങ്ത് എടുക്കുകയാണ്. y ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തു ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് എ ഹൊറിസോണ്ടൽ സർഫസ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് നമ്മളുടെ ഈ ഹൊറിസോണ്ടൽ സർഫസിലുള്ള സെൻട്രോയിഡിൻ്റെ ഡെപ്ത്, സെൻട്രോയിഡ് വരെയുള്ള ഡെപ്തിന് ഞാൻ എന്തെന്ന് കൊടുത്തു, y ബാർ എന്ന് കൊടുത്തു. അതായത് നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണല്ലോ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു സെൻട്രോയിഡ് പോയിന്റ് ഉണ്ടാവില്ലേ, സെൻട്രോ ഗ്രാവിറ്റി പോയിന്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാണ് ആ സെൻട്രോ ഗ്രാവിറ്റി എന്ന് ഇമാജിൻ ചെയ്യണു. ആ സെൻട്രോ ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് എവിടെ നിന്ന്, ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്നുള്ള സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്, ആ സർഫസിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിന് എന്തെന്നെടുത്തു, y ബാർ എന്നെടുത്തു. അതേപോലെ H ബാർ ഉണ്ട്. H ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് ദ പ്ലെയിൻ സർഫസ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് H ബാർ എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ്. നമ്മളൊരു സർഫസ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ടാവുമല്ലോ അല്ലേ. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർഫസ് നമ്മൾ വെള്ളത്തിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ.
ആ എൻ്റെ സർഫേസിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ എൻ്റെ സർഫേസിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആ സർഫേസിൽ ഒരു പോയിന്റിലായിരിക്കും അപ്ലൈ ചെയ്യുക. ആ പോയിന്റിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഓഫ് പ്രഷർ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ആ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ സർഫേസ് ഓഫ് ലിക്വിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ എച്ച് ബാർ എന്ന് പറയുന്നത്. ഇതൊരു ഹൊറിസോണ്ടൽ സർഫേസ് ആയതുകൊണ്ട് തന്നെ, ഹൊറിസോണ്ടലി നമ്മൾ സബ്മേർജ് ചെയ്തതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് എന്തും കിടക്കുക, ഇവിടെ സെൻറ്റർ ഓഫ് പ്രഷറും കിടക്കുക. ക്ലിയർ അല്ല? കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തെന്ന് പറയാം? വൈ ബാർ ഈക്വൽ ടു എന്തായി? എച്ച് ബാർ എന്ന് പറയാം അല്ലേ? വൈ ബാർ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് നമ്മൾ ഇമേഴ്സ് ചെയ്ത ഹൊറിസോണ്ടൽ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന് തന്നെ സെൻറ്ററോയിഡ് എന്ന് പറയാം. അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ ബാർ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എച്ച് ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് നമ്മളെ സെൻറ്റർ ഓഫ് പ്രഷർ, ഈ ഹൊറിസോണ്ടൽ സർഫസിലുള്ള സെൻറ്റർ ഓഫ് പ്രഷർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത്? എച്ച് ബാർ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി എച്ച് എന്ന് പറയുന്നുണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് നമ്മളുടെ ഈ ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ടല്ലോ, ഹൊറിസോണ്ടൽ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ സർഫസിൻ്റെ ടോപ്പ് സർഫസ് വരെയുള്ള, അതായത് ഇതാണല്ലോ ടോപ്പ് സർഫസ്, ഈ ടോപ്പ് സർഫസ് ഈ ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് സിംപ്ലി എച്ച് എന്ന് പറയുക. അപ്പോൾ എല്ലാം ഇവിടെ ഒരേ ഹൈറ്റിലാണുള്ളത്. അതായത് ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റ് ആയിക്കോട്ടെ, സെൻറ്റർ ഓഫ് പ്രഷറിൽ നിന്ന് ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റ് ആയിക്കോട്ടെ, ദെൻ ഈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് മുതൽ ഈ ഹൊറിസോണ്ടൽ സർഫസിൻ്റെ ടോപ്പ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്? സെയിം ആണ്. കാരണം എന്താ എല്ലാം സെയിം ആവാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ ഈ പ്ലെയിൻ സർഫസ് എങ്ങനെ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്? ഹൊറിസോണ്ടലി ആണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതാ ഇവിടെ പറയുന്നത്, സിൻസ് എവറി പോയിന്റ് ഓൺ ദ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് അറ്റ് ദ സെയിം ഡെപ്ത് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് അല്ലേ? ഫ്രീ സർഫസ് ലിക്വിഡിൽ നിന്ന് സെയിം ഡെപ്തിലാണുള്ളത്. ദ പ്രഷർ ഇൻറ്റൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഓവർ ദ എൻറ്റയർ പ്ലെയിൻ സർഫസ് ഏരിയ അല്ലേ? അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇതിലിതാ ഏത് ഏരിയ എടുത്തോട്ടെ, ഏത് ഏരിയയിലും ഇവിടുന്ന് ഏത് സൈഡ് വേണമെങ്കിൽ എടുത്ത ഏത് സൈഡിലുള്ള എന്താണ് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? പ്രഷർ ഇൻറ്റൻസിറ്റി ഈസ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താണ്? ഡെപ്ത് സെയിം ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡെപ്ത് എച്ച് എന്ന് എടുക്കുകയാണെങ്കിൽ പി ഈക്വൽ ടു എന്താണ്? റോ ജി എച്ച് ആയിരിക്കും. അല്ല, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. നമ്മൾ ഈ ഇവിടെ കൺസിഡർ ചെയ്ത ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. Thus, capital letter A is the total area of the surface. ഈ ടോട്ടൽ ഏരിയ ഓഫ് ദ സർഫസ്, ഈ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ, then the total pressure force on the horizontal surface, total pressure force F, capital letter F, total pressure force നമ്മൾ എടുക്കുന്നത് ലെറ്റർ എഫ് ആണ്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പറയുക? പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ച്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ് അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ, അത് തന്നെയാണ് ടോട്ടൽ പ്രഷർ. ഓക്കെ, പ്രഷർ ഫോഴ്സ് ടോട്ടൽ പ്രഷർ എന്നൊക്കെ പറയും. ഇപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹൊറിസോണ്ടൽ സർഫസ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അതിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ജി എച്ച് ആണെന്ന് കിട്ടി. സോ റോ ജി എച്ച് ഇൻറ്റു എ. ഇവിടെ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചിന് നമുക്ക് എന്തെന്ന് എഴുതാം? വൈ ബാർ എന്ന് എഴുതാം. കാരണം ഇവിടെ എച്ച് ഈക്വൽ ടു എച്ച് ബാർ ഈക്വൽ ടു വൈ ബാർ ആണ് അല്ലേ? അപ്പോൾ വൈ ബാർ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വൈ ബാർ എന്ന് കൊടുക്കുക. സോ ദ എബോ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? എഫ് ഈക്വൽ ടു റോ ജി എ വൈ ബാർ എന്ന് എഴുതാം. കാര്യം മനസ്സിലായില്ലേ അല്ലേ? The above equation gives the total pressure force on the horizontal immersed plane surface. The direction of the force is normal to the surface and it is acting in vertical downward direction at the centroid of the surface. Okay. ഈ തന്നിരിക്കുകയാണെന്ന് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഇമേഴ്സ്ഡ് സർഫസിലുള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് വൺ, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ഹൊറിസോണ്ടൽ സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ്. ഇനി അതേപോലെയാണ് നമുക്ക് വെർട്ടിക്കൽ സബ്മേർജ്ഡ് സർഫസൊക്കെ ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ കാര്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.